കണ്ണൂർ വളപട്ടണം കവർച്ചാ കേസിലെ പ്രതി കസ്റ്റഡിയിൽ. അയൽവാസിയായ ലിജേഷ് ആണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 20-നായിരുന്നു വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും മോഷണം പോയത്. സുനിൽ ഐസക് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, ഈ അയൽവാസിയെക്കുറിച്ച് ആദ്യം എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ? ഇദ്ദേഹം തന്നെയാണ് പ്രതിയെന്ന് അറിഞ്ഞപ്പോൾ വലിയ ഞെട്ടലിലാണോ ആളുകൾ? കണ്ണൂർ വളപട്ടണത്താണ് കവർച്ചാ കേസിലെ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. അയൽവാസിയായ ലിജീഷ് ആണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 20-ാം തീയതിയായിരുന്നു വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും മോഷണം പോയത്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, വിവരങ്ങൾ എന്താണ്? രേഷ്മ, വളപട്ടണം കവർച്ച നടന്ന് കൃത്യം 10 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. ആദ്യ സമയം തന്നെ പോലീസിന് കൃത്യമായ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതായത് പോലീസിന്റെ നിരീക്ഷണം അനുസരിച്ച് ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വീട്ടുകാരുടെ യാത്രയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന, സ്വർണവും ആഭരണങ്ങളും ഈ വീട്ടിൽ ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഈ മോഷണം നടന്ന 19-ാം തീയതി രാത്രിയും 20-ാം തീയതിയും ആ വീട്ടിൽ ഇയാൾ കയറിയതിന്റെ CCTV ദൃശ്യങ്ങളും വന്നിരുന്നു. അതായത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ മോഷ്ടാവ് ഒരു സ്ഥലത്ത് മോഷണം നടത്തി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം എത്തില്ല. അതായത് കൃത്യമായി ഇവരുടെ യാത്ര, വ്യാപാരിയായ അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും യാത്രയെക്കുറിച്ച് ധാരണയുള്ള, അവരെന്നാണ് മടങ്ങിയെത്തുക എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള മോഷ്ടാവാണ്. കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഷ്റഫിന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ, അയൽവാസികൾ, ചില ബന്ധുക്കൾ തുടങ്ങിയവരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത്. മാത്രമല്ല, ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ വിശദമായി പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ അയൽവാസിയിലേക്ക് അന്വേഷണം എത്തുന്നത്. അയൽവാസിയായ ലിജീഷിന്റെ ഫോണാണ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഫോണിന്റെ ചില വിവരങ്ങൾ കൂടി പോലീസ് ശാസ്ത്രീയമായി ശേഖരിച്ചു. ചില CCTV ദൃശ്യങ്ങൾ, ഇയാളുടെ ചില മംഗലാപുരത്തേക്കുള്ള യാത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെടുക്കുന്നു. അതിനുശേഷമാണ് ഇയാളെ ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ പ്രതി മോഷണ വിവരം അല്ലെങ്കിൽ മോഷ്ടിച്ച കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ മോഷണം മുതലായ 1 കോടി രൂപയും ഒപ്പം 300 പവന്റെ സ്വർണ്ണാഭരണങ്ങളും അടക്കമുള്ളവ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രതി ഇപ്പോൾ വളപട്ടണം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. രേഷ്മ. ശരി, വളപട്ടണം കവർച്ചയിലാണ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.